വിശുദ്ധമുള്ള മാർക്കോസ് എവൻഗേലിസ്തായുടെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ എവൻഗേലിയൻ ഭാഗമായിട്ട് വായിച്ചത്. സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 23-28. ശാബത്ത് നാളിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുന്ന യേശുതമ്പുരാനും തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പാകമായ കതിരുകൾ പറിച്ച് അത് ഭക്ഷിക്കുന്നൊരു കാഴ്ച ദൂരെ നിന്ന് പരീശന്മാർ കണ്ടു. അവർ ചോദിച്ചു ഗുരുവിനോട്, ശാബത്തിൽ വിഹിതമല്ലാത്തതാണല്ലോ ഇവർ ചെയ്യുന്നത്. യേശുതമ്പുരാൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ദാവീദും കൂട്ടരും വിശന്നപ്പോൾ ചെയ്തത് എന്തെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാനാചാര്യനായിരുന്ന കാലത്ത് ദൈവഭവനത്തിൽ പ്രവേശിക്കുകയും ആചാര്യന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അധികാരമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് സ്വയം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തത് എങ്ങനെ? മനുഷ്യൻ ശാബത്തിനായിട്ടല്ല, ശാബത്ത് മനുഷ്യനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാബത്തിൻ്റെയും നാഥനാകുന്നു എന്ന് അവൻ തുടർന്ന് പറഞ്ഞു. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഈ വാക്യങ്ങൾ എത്രയോ സന്ദർഭങ്ങളിലാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ പൊരുളും അന്തരാർത്ഥങ്ങളും കാലാകാലങ്ങളിൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരണമായി വിശദീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമായ സംഗതിയാണ്. ഇന്നലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ തുടക്കത്തിൽ ധ്യാനം നയിച്ചത് ഡൽഹി ഭദ്രാസനത്തിൻ്റെ അഭിമന്യനായ ഡോക്ടർ യുഹാനോൻ മാർ ദെമത്രിയോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലെ ഒരു ചിന്ത പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. അതേറെ പ്രസക്തിയുള്ളതായിട്ട് തീർന്നു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, theological articulations are perfect, or theology is perfect, but sometimes it is not, it is useless. It is perfect, but sometimes it is useless. അതിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒക്കെ ധാരാളമായിട്ട് പറയുവാൻ സാധിക്കുന്ന word of God or words about God or God's word, that is theology. Theology is perfect if it is articulated on the basis of Holy Bible and tradition. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും പിതാക്കന്മാരുടെ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടുകൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുവെങ്കിൽ theological definitions are always perfect. If there is anything imperfect, the tradition of the church made it clear that then the person who involved in that process was excommunicated from the church. ദൈവശാസ്ത്ര രൂപീകരണത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും പിതാക്കന്മാരുടെയും ചിന്തകൾക്ക് ചേരാത്തത് ആരെങ്കിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അവരെ പുറന്തള്ളുന്ന പൈതൃകവും പാരമ്പര്യവും 2-ാം നൂറ്റാണ്ട് മുതലെങ്കിലും പരിശുദ്ധ സഭയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് theological definitions, if it is perfectly articulated, are always perfect, but it doesn't mean that it is useful always. ദൈവശാസ്ത്രപരമായ സിദ്ധാന്തങ്ങൾ എപ്പോഴും പൂർണ്ണതയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ശ്രേഷ്ഠമായിരിക്കാം. പക്ഷേ അതിൻ്റെ സാങ്കത്യം
നിർണയിക്കപ്പെടുന്നത് to what extent these articulations are useful for humankind in their daily life. സാധാരണ മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ തിയോളജിക്കൽ ആർട്ടിക്കുലേഷൻ, ദൈവശാസ്ത്രപരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ എപ്രകാരം പ്രയോജനമുള്ളതായിത്തീരുന്നു, അതെങ്ങനെ സാങ്കത്യമുള്ളതായിത്തീരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പ്രായോഗികതയെ വിലയിരുത്തേണ്ടത് എന്നുള്ള ഒരു ചിന്ത. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയൻ ഭാഗവും മറ്റൊരു രീതിയിൽ അതുതന്നെയാണ് വെളിവാക്കുന്നത്. ശാബത്തിൽ വേല ചെയ്യരുത്. യഹോവയാം ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിർദ്ദേശങ്ങളിലും നിയമങ്ങളിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. കാരണം ശാബത്ത് ശുദ്ധീകരണത്തിന്റെ നാളായി, വേർതിരിക്കപ്പെട്ട നാളായി യഹോവയെ ആരാധിക്കുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. സോ ഇൻ ഇറ്റ്സ് കോർ ആൻഡ് കണ്ടന്റ് the definition regarding Sabbath is perfect, no doubt. അതിൻ്റെ പൂർണ്ണത അതിൽ കാണാൻ സാധിക്കും. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അത് മനുഷ്യന് പ്രയോജനമുള്ളതാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവശാസ്ത്ര രഹസ്യങ്ങളും സിദ്ധാന്തങ്ങളും അർത്ഥമുള്ളതായിട്ട് തീരുന്നത്. ഇവിടെ എന്താണ് കാണുന്നത്? നമുക്കറിയാം, വളരെയേറെ ദൂരം സഞ്ചരിച്ച് ക്ഷീണിതരായി അവശരായി യാത്ര ചെയ്യുന്ന കർത്താവും ശിഷ്യന്മാരും ഈ കാലഘട്ടത്തിലെ പോലെയുള്ള യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ എവിടെ നിന്നെന്തെങ്കിലുമൊക്കെ ഭക്ഷണം ക്രമീകൃതമായി കഴിക്കുവാനുള്ള സാധ്യതകളോ ഇല്ലാതിരുന്ന നാളുകളിൽ വളരെയേറെ സഞ്ചരിച്ച് ക്ഷീണിതനായി വരുന്ന ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി കടന്നുപോയപ്പോൾ പാകമായി നിൽക്കുന്ന ഗോതമ്പ് കതിരുകൾ കണ്ട് അത് ഊരിയെടുത്ത് അതിൽ നിന്ന് അല്പം ഭക്ഷിച്ചു എന്നത് that is basic human need. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. വിശക്കുന്ന നേരത്ത് ഭക്ഷണം കഴിച്ചു എന്നത് ഒരു വലിയ അപരാധമായിട്ട് കാണുവാൻ പരീശരെ പ്രേരിപ്പിച്ചതെന്താണ്? വളരെ അർത്ഥപൂർണമായി രൂപീകൃതമായിരിക്കുന്ന ശാബത്തിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണെന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ദൈവശാസ്ത്ര സത്യങ്ങൾ, സഭയുടെ സത്യവിശ്വാസങ്ങൾ, ഇതെല്ലാം അതിൽ തന്നെ അർത്ഥവും പൂർണ്ണതയും ഉള്ളതാണ് എങ്കിൽ പോലും മനുഷ്യ ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിൽ സാധാരണ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ നിരാകരിക്കുവാനായിട്ടല്ല അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. സോ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് any theological articulation should be in accordance with the needs of the society, the needs of the humankind. മനുഷ്യ സമൂഹത്തിന്റെ ഉപയോഗത്തിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് അനുസരണമായ നിലയിൽ ദൈവശാസ്ത്ര രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ശാസ്ത്രിമാർക്കുള്ളത്, അല്ലെങ്കിൽ പണ്ഡിതർക്കുള്ളത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യമുള്ളവൻ എന്ന് തന്നെയല്ലേ അർത്ഥം. മറിച്ച് താൻ അറിഞ്ഞിരിക്കുന്നതും താൻ രൂപീകരിച്ചിരിക്കുന്നതുമായ ഉയർന്നതും ഉന്നതവുമായ ആശയങ്ങളെ സാധാരണക്കാർക്ക് പ്രയോജനം ഭവിക്കുന്ന നിലയിൽ ലളിതമായി വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ സാങ്കത്യം അർത്ഥമുള്ളതാക്കി തീർക്കുവാനും ശ്രദ്ധിക്കുമ്പോഴാണ് ഒരാൾ പണ്ഡിതനാകുന്നത്. കടിച്ചാൽ പൊട്ടാത്ത സിദ്ധാന്തങ്ങൾ ആവർത്തിച്ചുരുവിട്ടതുകൊണ്ടോ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ ഒരുവന്റെ പാണ്ഡിത്യം വെളിവാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് തന്നിലുള്ള അഹം, അതാണ് വെളിവാകുന്നത്. ഈഗോ, ദ ഈഗോ ഓഫ് പാണ്ഡിത്യം,
അതാണ് വെളിവാകുന്നത്. എന്നാൽ അർത്ഥപൂർണമാകുന്നത് എങ്ങനെ? സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാനും പരിശീലിക്കുവാനും പ്രായോഗികമായി സാങ്കത്യമുള്ളതാക്കി തീർക്കുവാനും സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവ് ഇവരുടെ വലിയ സിദ്ധാന്തത്തെ വളരെ ലളിതമായിട്ട് ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത നിലയിൽ വീണ്ടും ഒന്ന് റീആർട്ടിക്കുലേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ശാബത്ത് മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. Sabbath is not for, Sabbath is for the humankind and not the humankind for Sabbath. ശാബത്ത് മനുഷ്യന് വേണ്ടി, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. കാരണം എന്താണ്? മനുഷ്യന്റെ വിളിയും മനുഷ്യത്വത്തിന്റെ ഔന്നത്യവും കേവല നിയമങ്ങളിൽ കുടുങ്ങിക്കിടക്കുവാനായിട്ടുള്ളതല്ല, മറിച്ച് അവൻ ഈ കേവല നിയമങ്ങളെ ഒക്കെ ട്രാൻസെൻഡ് ചെയ്ത് അവന്റെ ഉടയവന്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ അവനോളം എത്തിച്ചേരുക എന്നുള്ളതാണ്. അതാണ് പിതാക്കന്മാര് ദൈവീകരണം അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ, തെയോസിസ് എന്നൊക്കെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത്, സിദ്ധാന്തങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളും അക്ഷരികമായി നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതല്ല, മറിച്ച് ദൈവത്തോടുള്ള അർത്ഥവത്തായ ബന്ധത്തിനും ദൈവസന്നിധിയിലേക്കുള്ള നിരന്തരമായ ഉയർച്ചയ്ക്കും എപ്രകാരമാണ് ഈ സിദ്ധാന്തങ്ങളെയും ഈ തത്വശാസ്ത്രങ്ങളെയും പുനർവ്യാഖ്യാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നതാണ്. അതാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ഈ പുനർവായനയിൽ, പുനർവ്യാഖ്യാനത്തിൽ ചിലപ്പോഴെങ്കിലും ചില താളപ്പിഴകളോ അല്ലെങ്കിൽ ചില നിർബന്ധ ബുദ്ധികളോ ഉണ്ടാകുമ്പോൾ അവിടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അവിടെ അക്ഷരങ്ങൾ ആത്മാവിനെ കൊല്ലുന്നതാകുന്നു. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്, അക്ഷരം കൊല്ലുന്നതാണ് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെയും 2-ാം കൊരിന്ത്യർ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏറെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ശാബത്ത് മനുഷ്യനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മനുഷ്യൻ ശാബത്തിനായിട്ട് അല്ല. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാബത്തിന്റെയും നാഥനാകുന്നു. So he has the right to redefine what is Sabbath. സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.